ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ആരോപണവുമായി CPIM. ഷാഫി പറമ്പിലിന്റെ പേര് നേരിട്ട് പരാമർശിക്കാതെയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂട്ടുകച്ചവടമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് രാഹുലിനെതിരെ ഷാഫി സംസാരിക്കാത്തതെന്ന് EN സുരേഷ് ബാബു ആരോപിച്ചു. അതേസമയം തനിക്കെതിരെ സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല, അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചു. സുരേഷ് ബാബുവിന് മറുപടി നൽകേണ്ടത് താനല്ല, CPIM നേതൃത്വമാണ്. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണോ CPM-ന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയുന്നു. അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. ഷാഫി പറമ്പിലിന് പിന്തുണയുമായി രംഗത്തെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഒരാളെ അസഭ്യം പറയുക, അല്ലെങ്കിൽ പച്ചത്തേറി പറയുക, എന്തും പറയുക, വിളിച്ചു പറയുക. CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് അത് പറയണത്. CPM നേതൃത്വം ചെയ്യുന്നത് അയാളെ ഉടൻ തന്നെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഷാഫി പറമ്പിൽ പരാതി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പരാതിയുടെ പുറത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ പറവൂരിലെ ഒരു കേസിൽ ഇല്ലാത്ത ആളുകളെയാണ് കേസെടുക്കുന്നത്. കൊടുക്കുന്ന ആളുകൾക്കെതിരായിട്ടല്ല കേസാണ്, എല്ലാവർക്കെതിരായിട്ട് കേസാണ്. അദ്ദേഹത്തിൻ്റെ പറവൂരത്തെ ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ അയാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? CPM-കാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ